അതായത് മിസ്റ്റർ എംടി എല്ലാവരും കളിയാക്കുന്ന പോലെ ഉണ്ടായ അത് ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ബി റിയാലിറ്റി. നൗ വി ആർ ഗോയിങ് ടു 2 years old. ഇനീഷ്യലി ഞാനും അങ്ങനെയാണ് മനസ്സിലുണ്ട്, 50 ഷോറൂംസ് ഇവിടെ ഷോറൂംസ്. പക്ഷെ വെൻ വി ഗോ പ്രാക്ടിക്കൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മൾ 2 ഷോറൂം മൂന്നാമത് ഇടാൻ വി സെർച്ച് ഫോർ 8 months. വി ഡിഡ്ന്റ് ഗെറ്റ് എനി ലൊക്കേഷൻസ്. അങ്ങനെ ആരും വരുന്നില്ല, ആ ഒരു ടെൻഷന്. പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ് മീൻസ് വെരി ഹൈ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ട്രിപ്പിൾ. നമ്മളിപ്പോൾ ഇവിടെ സിറ്റി ഗോൾഡും ഇതെല്ലാം അതിൻ്റെ എല്ലാം ട്രിപ്പിൾ ആണ്. സിറ്റിയിലല്ലേ ചെയ്യുന്നുള്ളത്. എല്ലാ രീതിയിലും നമ്മൾ സംസാരിച്ച് എല്ലാ ജേണിയല്ലോ. പക്ഷെ ഇപ്പോൾ എല്ലാവരും ബ്രാൻഡിന് മാത്രമല്ല പേഴ്സണൽ ബ്രാൻഡിങ് ഭയങ്കര ഒരു മാൻഡറ്ററി ആയിട്ട് മാറിയിപ്പോൾ എന്ന് പറഞ്ഞാൽ. കാരണം ആൾക്കാർക്ക് ഒരു ട്രസ്റ്റ് വരുന്നെങ്കിൽ പേഴ്സണലി ആൾക്കാർ അറിയാനും ഇപ്പോൾ നോക്കുന്നതാണ്. സോ പേഴ്സണൽ ബ്രാൻഡിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് വരുന്ന ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ? അതൊരു മേജർ റോളാണ്, ബിസിനസിൻ്റെ ഒരു പാർട്ടാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ എൻ്റെ മിസ്റ്റർ എം ഡി സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി മിസ്റ്റർ എം ഡി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇർഷാൻ. പീപ്പിൾ തോട്ട് ഇറ്റ്സ് ലൈക്ക് മാനേജിങ് ഡയറക്ടർ. അല്ല, എം ഡി തന്നെ ആക്കല്. അതെ, അപ്പോൾ ആൾക്കാർ വിചാരിച്ച് മാനേജിങ് ഡയറക്ടർ. അപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കും അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ആദ്യം മിസ്റ്റർ എം ഡി വരുമ്പോൾ കുറേ പേര് കളിയാക്കും, ഫ്രണ്ട്സ് ആയാലും എവ്രി വൺ അവർ ടീസ് ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കളിയാക്കും, ചിരിക്കും. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് നെഗറ്റീവ് മാർക്കറ്റിംഗ്, ബട്ട് ദാറ്റ് വിൽ കൺവേർട്ട് ടു പോസിറ്റീവ് മാർക്കറ്റിംഗ് ആക്ച്വലി. ഞാൻ ആ ഒരു ഇപ്പോൾ എത്ര ഓൾമോസ്റ്റ് ഞാൻ എന്തിടുമ്പോഴേക്കും മിസ്റ്റർ എം ഡി ഇടും ഒരു 3-4 years ആയിട്ട്. പക്ഷെ നൗ പീപ്പിൾ സ്റ്റാർട്ട് കോളിംഗ് മീ മിസ്റ്റർ എം ഡി. വെൻ ഐ ഗോ ഫോർ എക്സിബിഷൻസ് ഐ മീറ്റ് jewelers, suppliers, big team, Mahabaris. They all call me Mr. M. Very satisfaction. After all, that's the acceptance. പിന്നെ അതേപോലെ ഞാൻ അന്ന് ഒരു മിസ്റ്റർ എം ഡി ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു ലൈക്ക് ഐ ഷുഡ് സ്റ്റാർട്ട് മിസ്റ്റർ എം ഡി ബ്രാൻഡ് പ്രോഡക്ട്സ്, അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഞാൻ എന്തുണ്ടാകുമ്പോൾ മിസ്റ്റർ എം ഡി പോസ്റ്റേഴ്സിൽ ഈദ് മുബാറക്കിലും എന്തിലും മിസ്റ്റർ എം ഡി ഇടും. അങ്ങനെ ഞാൻ അന്ന് വെറുതെ മിസ്റ്റർ എം ഡി ഇടുന്നതാണെങ്കിലും ആ ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഫ്യൂച്ചറിൽ പ്രൊഡക്ട്സ് ഉണ്ടാവണം, കൊണ്ടുവരണം എൻ്റെ തന്നെ ബ്രാൻഡ്സിൽ, മേ ബി സ്റ്റോർ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ്. പക്ഷേ ഈവൻ ഞാൻ കെവോ ബോക്സ് ചെയ്യുന്ന സമയത്ത് അത് അറ്റ് സെയിം ടൈം ഐ വാസ് ഡൂയിങ് ഇതിനും സർവേ ചെയ്തുകൊണ്ടായിരുന്നു. കാരണം ലൈക്ക് മോസ്റ്റ് ഓഫ് ടൈം ഐ യൂസ് ടു ട്രാവൽ. അപ്പോൾ എല്ലാ ട്രാവലിംഗ് ഒന്ന് കണ്ടാൽ അത് എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും ഇതിലേക്ക് ഒന്നെങ്കിലും കെവോ ബോക്സ് ഓർ സിറ്റി ഗോൾഡ് അല്ലെങ്കിൽ മിസ്റ്റർ എം ഡി എന്തെങ്കിലും കൊണ്ടുവരാനുണ്ടോ. ദിൽഷാദ് ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഉണ്ടാകുന്നൊരു പോയിന്റ് ട്രാവൽ ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ, ഐഡിയാസ്. ആക്ച്വലി എനിക്ക് അധികം ഐഡിയാസും തിങ്സ് കംസ് ടു മൈ ലൈഫ് ഇറ്റ് വാസ് ട്രാവലിംഗ്. അതിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൽ മേജർ എനിക്ക് പാരീസിന് ഐഫിൽ ടവറിന് മുമ്പിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഫ്യൂച്ചർ ബ്രാൻഡ് ഒന്ന് ലെവലായിട്ട് മനസ്സിലാവുക അത് ഞാൻ റിവീൽ ചെയ്യും. അത് നമ്മളോട് തന്നെ കാരണം വെച്ചാൽ ഒരു സിറ്റീസിൽ ഓരോ സിറ്റി ഓരോ ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത്, ഓരോ ബിസിനസ്. കാരണം ഓരോ ആൾക്കാർ ചെയ്യുന്ന ഓരോ സ്റ്റോഴ്സ്, ഇപ്പോൾ ഡിസൈൻസ് എല്ലാം പറയുമ്പോൾ ഇറ്റലിയിലത്തെ സ്റ്റോഴ്സ് പോയാൽ നിങ്ങൾക്ക് ഫുള്ള് ലൂയി വിറ്റൻ, ഗുച്ചി, പ്രാദ, പിന്നെ ജ്വല്ലറിയിലാണെങ്കിൽ ടിഫ്നി, ഹാരി വിൻസൺ. പക്ഷെ അവർ ദേ ഓൾ സ്ട്രഗിൾ ദർ ഇനിഷ്യൽ സ്റ്റേജ്. ഇപ്പോഴാണ് ദേ ആർ ബിഗ് ബ്രാൻഡ്, നമ്പർ 1 വേൾഡ് 10 ബ്രാൻഡ്സ്. പക്ഷെ അവർക്കും ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു, എത്രയോ സ്ട്രഗിളൊക്കെ. അവരുടെ സ്ട്രഗ്ലിംഗ് പീരീഡ് അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ അവരൊരു ആസ്പെക്ട് ഉണ്ടാക്കി 3 to 4 years സ്ട്രഗ്ലിംഗ് പീരീഡ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ സമയത്തല്ല അവർ സ്ട്രഗിൾ ചെയ്ത ന്യൂ ടെക്നോളജി. ഇപ്പൊ നമുക്കൊരു ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ കുറെ ഉണ്ടാക്കി ഇത് മാറും. അവരൊരു പ്രൊസീജിയർ തന്നെ വെച്ചാൽ ഇത്ര പീരീഡ് സ്ട്രഗ്ലിംഗ് പീരീഡ് അക്സെപ്റ്റ് ചെയ്തു. നമ്മളിതിലേക്ക് ക്വിക്കാണ്. അതാണ്. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ ട്രാവൽ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ദാറ്റ്സ് ഓൾ പ്ലാൻ ഓഫ് കെയോസ്. നെക്സ്റ്റ് 5 to 10 years should be one of the best brand. അതായത് അറ്റ്ലീസ്റ്റ് പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് ആവുന്ന ഒരു ബ്രാൻഡ് എല്ലാവരും അറിയപ്പെടുന്നു. It has a scope of worldwide.
worldwide international market. International market also scope is there. In India only we can put easily 500 stores and all. അത്രയ്ക്കും സ്കോപ്പ് ഉണ്ട് brand. ഇന്ത്യ കാരണം അത് വേൾഡ് ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും Focus പറയുന്നത് ചെയ്യുന്നത് എത്ര Indian വലിയ market. മാർക്കറ്റാണ് Yeah. ഇന്ത്യൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്ര പൊട്ടൻഷ്യലും അത്ര വലിയൊരു മാർക്കറ്റാണ്. സോ അതാണ് ഇനീഷ്യൽ സ്റ്റേജ് വി ഹാഡ് പ്ലാൻ ഓഫ് കെവ ബോക്സ് ഇന്ത്യയും ദുബായും അങ്ങനെ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ മനസ്സിലാക്കി വേൾഡ് വൈഡ് തന്നെ ഫോക്കസ് ചെയ്തു ഇന്ത്യ. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആദ്യം ഇന്ത്യ തന്നെ ഫോക്കസ് ചെയ്തു. പക്ഷേ ഇനീഷ്യൽ വി ഹാഡ് പ്ലാൻ ലൈക്ക് ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ്, പിന്നെ ചെന്നൈ, കൊച്ചി അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു സ്റ്റോഴ്സ് അങ്ങനെ തുടങ്ങാം. അങ്ങനെയാണ് ലോഞ്ച് കാര്യങ്ങൾ. പക്ഷെ വെൻ വി സ്റ്റാർട്ടഡ് ബാംഗ്ലൂർ വി ഗോട്ട് ടു നോ ഇറ്റ്സ് നോട്ട് ഈസി. വി ഹാവ് ടു സെറ്റ് അപ്പ് ഓപ്പറേഷൻ സൈഡ് എവറിത്തിങ്. ഓരോരുത്തരും ഓരോ ടീം പോലെ എക്സ്പെൻസ് വൈസ് ഇറ്റ്സ് ഹ്യൂജ്. ബാംഗ്ലൂർ ഒരു സിറ്റിയിൽ എക്സ്പെൻസ് ഇത് ചെയ്യണമെങ്കിൽ ന്യൂസ് പേപ്പർ വേണമെങ്കിൽ 5 lakhs മിനിമം 5 to 10 lakhs മിനിമം. സോ ഇറ്റ്സ് നോട്ട് ഈസി. അങ്ങനെയാണ് നമ്മൾ അത് പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞത് ഓൺലി ഓഫ്ലൈൻ മാർക്കറ്റിംഗ് കോസ്റ്റ്, ഓൺലൈൻ വേറെ. അതെ, ഇറ്റ്സ് നോട്ട് ഈസി. So So we have to tackle each thing how we can പക്ഷെ market. പറഞ്ഞില്ല ഇതിൽ എന്ത് വന്നാലും ഇപ്പൊ നല്ല റിസൾട്ട് വരുമ്പോൾ ദിൽഷാദിന് നല്ലൊരു Sometimes we make mistakes. We learn from that. അങ്ങനെ that's ഇതൊക്കെ ഓപ്സിലാണ് മാർക്കറ്റിംഗിലാണ് ചിലപ്പോൾ അധികം മിസ്റ്റേക്സ് ഉണ്ടാവും. It's a new പക്ഷെ market. ഏറ്റവും ശ്രദ്ധിച്ചു ദിൽഷാദിന് നമുക്ക് പറയുമ്പോൾ accept ആക്കാൻ റെഡിയാണ്. ഓക്കെ വി മെയ്ഡ് മിസ്റ്റേക്ക്. Yeah. That acceptance ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് ആയി. Acceptance ചെയ്യണം. അത് മിസ്റ്റേക്ക് ആണ് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഇനി ആൾക്കാർക്ക് ഏറ്റവും ഞാൻ മിസ്റ്റർ എം ഡി എന്താണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കളിയാക്കും, കുറേ ഇതായും. പക്ഷെ അവിടെ ഞാൻ ലേറ്റ് അതിനെക്കുറിച്ച് ആലോചിക്കും. അതിലെന്തെങ്കിലും ചേഞ്ചസ് വേണോ, ഇല്ലെങ്കിൽ ഇപ്പം എന്തുണ്ടെങ്കിലും സജഷൻസ് ചോദിക്കും. എന്നിട്ട് ഞാനത് കമ്പയർ ചെയ്യും. എനിത്തിങ് ചേഞ്ചസ് റിക്വയർഡ് ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും. അവിടെ വാശി പിടിച്ചാൽ ഞാനിപ്പോ കണ്ടതിൽ വെച്ചിട്ട് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനാണ് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ എന്തിനും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര അതാണ്. ഇത് കണ്ടു പഠിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. കാരണം തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ആക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്. സോ അത് എല്ലാവർക്കും അത് ബാധകമാണ്. എവറി ഡേ എവറി സ്റ്റെപ്പ് ഈസ് അല്ല. അതാണ് എൻ്റെ സിമ്പിൾ മോട്ടോ. ഒരു സിമ്പിൾ പറഞ്ഞു നമുക്ക് ഇത്ര നമുക്ക് കെവ ബോക്സ് സംസാരിച്ചു. ദിൽഷാദ് എന്ന് പറയുമ്പോൾ സിറ്റി ഗോൾഡ് മാറി നിൽക്കില്ല. ദിൽഷാദ് പറയുമ്പോൾ അതൊരു സിറ്റി ഗോൾഡ് കരീംചാനും. അപ്പോൾ സിറ്റി ഗോൾഡ് കാസർഗോഡ് ലീഡിങ് ആ ഒരു ബിസിനസ് വെഞ്ചറാണ്. കാസർഗോഡ് തന്നെ റെപ്രസെന്റ്. ഇപ്പോൾ നമ്മൾ 1 പറയുമ്പോൾ മീഡിയ വണ്ണൊക്കെ കാലിക്കറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് അവർ പറഞ്ഞു നമ്മൾ കരീംചാനോട് സംസാരിക്കാം. കാരണം അവർ വരെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ സിറ്റി ഗോൾഡ്, കരീംചാൻ ഈ നെയിംസ് ആണ് അസോസിയേറ്റ് ആയിട്ടുള്ളത്. സോ ആ ഒരു ബിസിനസ് ഭയങ്കര പേഴ്സണൽ ആയിരിക്കും നിങ്ങൾക്ക്. ഇതെല്ലാം സ്വന്തം ബിൽഡാക്കിയാലും നിങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ കാണുന്നുള്ളത് ആ ഒരു മീഡിയ വൺ പോലുള്ള ചാനൽ വരെ നിങ്ങൾ പേര് കാസർഗോഡ് എന്ന് പറയുമ്പോൾ സിറ്റി ഗോൾഡും കരീംചാനും ആ എത്രത്തോളം പേഴ്സണൽ, എത്രത്തോളം അഫെക്ഷൻ നിങ്ങൾ സിറ്റി ഗോൾഡ് ബിസിനസ്സിനോട്. സിറ്റി ഗോൾഡ് അതൊരു നല്ലൊരു ബ്രാൻഡായിരുന്നു. ലൈക്ക് അന്ന് ഈ ജ്വല്ലറി സിറ്റി ഗോൾഡ് തന്നെ വന്നത് അങ്ങനെ ഇന്ത്യയിൽ ജ്വല്ലറി ഇൻഡസ്ട്രി അത്ര ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് സിറ്റി ഗോൾഡ് വന്നത്. ഈവൻ മലബാറും ബാക്കി കല്യാൺ, ഭീമാല വരുന്ന സമയത്ത് വി ആർ ജസ്റ്റ് 5 years ഗ്യാപ്പ് ബിറ്റ്വീൻ. ബട്ട് വി ആർ നോട്ട് മച്ച് എക്സ്പാൻഡഡ്. പക്ഷെ ആ സമയത്ത് ടീം ഉണ്ടായിരുന്നില്ല. ഇവർ ഉപ്പയും നിമിഷൊക്കെയാണ് മാത്രം ഉണ്ടായത്. അപ്പോൾ ബാക്ക് ടീം അതാണ് ടീം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എല്ലാം എത്ര സ്റ്റാഫാണ് സിറ്റി ഗോൾഡിന്? We have 350 plus. 350 സ്റ്റാഫ്. കാരണം കാസർഗോഡ് പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു പുറമെ സംസാരിക്കുന്ന ഒരു ഇപ്പോൾ കാസർഗോഡിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് പൊട്ടൻഷ്യൽ അറിയണമെങ്കിൽ മാർക്കറ്റ് പൊട്ടൻഷ്യൽ സിറ്റി ഗോൾഡ് വയ്ക്കാൻ മതി. അവിടെയാണ് 350 സ്റ്റാഫ് അക്കോമഡേറ്റ് ആക്കുന്ന വേറെ ബിസിനസ് നിലവിൽ കാസർഗോഡ് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവില്ല. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് അത് എത്രയോ മുമ്പ് നിങ്ങൾ ഷൂട്ടാക്കിയ ആഡാണ് ഇപ്പോൾ മനസ്സിൽ വരുന്നത്. നിങ്ങൾ പാട്ടും സിറ്റി ഗോൾഡ് അത് ഫസ്റ്റ് വരുന്ന ആ സംഭവമാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഓക്കെ ആ ഒരു
ഇങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ബാരിയർ ഉണ്ട്. ആ ഒരു പേര് മോശമായിക്കൂടെ നമ്മളിത് കാരണം സിറ്റി ഗോൾഡ് പീപ്പിൾ ട്രസ്റ്റ് എല്ലാം ഉള്ള ഒരു ബിസിനസ് നമ്മൾ എന്തോ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ആലോചിക്കും. അത്ര ആയിരിക്കും. കാരണം എല്ലാവർക്കും അറിയാം അവർക്ക് ഈസി, അവർ ഈ ഇതിലുണ്ടായത് ഈ ബിസിനസ്സിലാണ് ഉണ്ടായത്, അവർക്കെല്ലാം ഈസിയാണ്. അവർ അറിയാത്തൊരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് എന്തെങ്കിലും പാലിയാൽ അതിനും എഫക്റ്റ് ചെയ്യും. ഉപ്പാന്റെ റെപ്യൂട്ടേഷൻ, ബിസിനസ് റെപ്യൂട്ടേഷൻ, ഇതെല്ലാം ജനങ്ങളുടെ ജനകീയ ബ്രാൻഡ്. കാരണം എന്ത് വെച്ചാൽ നമ്മൾ തമാശക്ക് തന്നെ പറഞ്ഞത് എന്ത് കളി ഉണ്ടെങ്കിലും സിറ്റി ഗോൾഡ് ഉണ്ടാവും, എന്തുണ്ടെങ്കിലും സിറ്റി ഗോൾഡ് സപ്പോർട്ട്. സിറ്റി ഗോൾഡ് അറിയപ്പെടുന്നത് ജനകീയ ബ്രാൻഡാണ്, അത് ജനങ്ങളുടെ ബ്രാൻഡ്. അങ്ങനെയാണ് നമ്മള് കാണുന്നതും ട്രീറ്റ് ചെയ്യുന്നതും. പക്ഷെ അതിന് ജനങ്ങളെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡിന് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പോൾ ആ ഒരു ബിസിനസ് ഈ സിറ്റി ഗോൾഡ് ലൈൻ ഓഫ് ഇൻഡസ്ട്രി, മലബാർ, പിന്നെ ഭീമ, കല്യാൺ, ജ്വാലക്കാസ്, കേരള മാർക്കറ്റ് നോക്കിയാൽ ഇറ്റ്സ് ബാഡ്, ലൈക്ക് വെരി കോമ്പറ്റീഷൻ. പക്ഷെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അങ്ങനെ ജ്വല്ലറി ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്. ഇവിടെ മാത്രമാണ് ഇറ്റ്സ് ഹാർഡ് ടു. കാരണം ഒന്ന്, എല്ലാവരും മേക്കിംഗ് ചാർജ് കുറച്ച് കൊടുക്കുന്നത്. എല്ലാ പ്രോഡക്ട്സിനും ഇറ്റ് ഹാസ് എ പ്രോസസ്. ഒരു ഓർണമെൻറ്റ്സ് വരുമ്പോൾ അതിന് അത്ര വർക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഒരു ഫൈനലൈസ് പ്രൊഡക്റ്റ് ആവുന്നതും മാർക്കറ്റിൽ സെൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിലെല്ലാം വെരി മിനിമൽ കോസ്റ്റിലാണ് സെൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും കോമ്പറ്റീഷൻ. നോബഡി റിയലൈസ്. എല്ലാവരും വിചാരിക്കുന്നത് ജ്വല്ലറി നമുക്ക് ഫ്രീ മേക്കിംഗ് ചാർജ് ഇല്ലാത്തതാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് ഉണ്ട്, മേക്കിംഗ് ചാർജും കൊടുത്തതാണ് വാങ്ങുന്നത്. ഓക്കെ, അതൊരു നിങ്ങൾക്ക് മേക്കിംഗ് ചാർജ് കൊടുക്കണല്ലേ. എന്നാൽ there are lots of people behind this. ഒരു ഓർണമെന്റ്സ് വരുമ്പോൾ അതിന് കുറേ പ്രോസസ്, കുറേ ആസ്പെക്ട്, അതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കുറേ ഫാക്ടറി എല്ലാം കേരളത്തിൽ ക്ലോസ് ചെയ്തു. കാരണം ആർക്കും മാർജിൻസ് കിട്ടുന്നില്ല. കാരണം റീറ്റെയിൽ ഇത് കൂടുതൽ കോമ്പറ്റീഷൻസ്, കുറേ പേര് കുറച്ച് കൊടുക്കും. അപ്പോൾ നമ്മളും സപ്ലൈസ് ആയിട്ട് നല്ലോണം ബാർഗൈനിങ് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ആ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്, ആ ഒരു ഡാർക്ക് സൈഡ് കേരളത്തിലുണ്ട്. പക്ഷെ അത് ഫ്യൂച്ചറിൽ പിന്നെ കുറേ പേര് GST ഇല്ല. പക്ഷെ GST ഇല്ലാത്ത ഒരാൾക്കും സെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലാം വരുന്നത് എല്ലാം രജിസ്റ്റർ ആയിട്ടാണ്. മുമ്പെല്ലാം ഞങ്ങൾ ജ്വല്ലറി നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുതരും. ഇപ്പം ഫ്ലൈറ്റ് ത്രൂ, അതായത് PVC, സിക്വൽ, അങ്ങനത്തെ പ്രോപ്പർ ലീഗൽ വേയിലാണ് വരുന്നത്. ഈവൻ ഗോൾഡ് വാങ്ങുമ്പോൾ ഒരു HUID ഇപ്പോൾ ഗവൺമെൻറ് പുതിയതായിട്ട് കൊണ്ടുവന്നത്, ഹോൾമാർക്ക് യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നിങ്ങളൊരു ഓർണമെൻറ്റ്സ് എടുക്കുമ്പോൾ അതിൽ ഉണ്ടാവും BIS ഹോൾമാർക്ക് ഒരു നമ്പർ. അതിപ്പോൾ സെർച്ച് ചെയ്താൽ ഇവിടെ നിന്ന് വാങ്ങിയത് അതെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ട്രസ്റ്റ് ഫാക്ടറാണ് ഇനിയൊരു ജ്വല്ലറി വാങ്ങുമ്പോൾ. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെ, കുറേ പേര് പറയും അവിടെ GST ഇല്ല. GST ഇല്ലാത്ത കൊടുക്കാൻ പറ്റില്ല. ഇല്ല, അതെ. ഇത് എല്ലാം വരുന്നത് ഫ്ലൈറ്റ് ത്രൂ ആണ്. സോ ഇപ്പോൾ ഇത് പറഞ്ഞു, ഇപ്പം ഗോൾഡ് എന്ന് മാറ്റി വെച്ചാലും മിസ്റ്റർ MD എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ബിസിനസ് ഇൻവോൾവ് ആണ്. അതിൽ മെയിനൊക്കെ തോന്നുന്നു പ്ലേ ഓഫ് അല്ല നിങ്ങളിത് വേറൊരു പ്രൊജക്റ്റ് ഉള്ളത്. പ്ലേ ഓഫ് നമ്മൾ വേറൊരു വെഞ്ചറാണ്. ഇറ്റ്സ് കേരളാസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്പോർട്സ് സിറ്റി. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കംപ്ലീറ്റ് സ്പോർട്സ് സിറ്റി എവിടെ ഇല്ല. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ കൊച്ചി ഓർ ട്രിവാൻഡ്രം. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് വരാൻ കാരണം ഞാനും എൻ്റെ ബ്രദേഴ്സും ഫാസിലും പാർട്ട്നേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വി വെയർ ഗുഡ് ഇൻ എവറിത്തിങ്, ലൈക്ക് ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ബാഡ്മിൻ്റൺ ആണെങ്കിലും. ബട്ട് വൺ സ്റ്റേജ് വി പെർഫോം വെൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇനി എന്ത് ചെയ്യാനുള്ള. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് ബാഡ്മിൻ്റൺ. പക്ഷേ അതിലേക്ക് പോയിട്ട് പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇല്ല. പ്രാക്ടീസ് ചെയ്യാനുള്ള ഗൈഡൻസ് ചെയ്യാനുള്ള ഒരു കോച്ചും അങ്ങനെ ഇല്ല. അപ്പോൾ ആ ഒരു ബേസിലാണ് നമ്മൾ പ്ലേ ഓഫ് വരുന്നത്, ലൈക്ക് ഉപ്ലയിൽ. സോ കമ്മിങ് ഫ്യൂച്ചർ സ്റ്റുഡൻസ് ഓർ യങ്സ്റ്റേഴ്സ്, ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ദേ ഷുഡ് യൂട്ടിലൈസ് ഇറ്റ്. അവിടെ ഈവൻ ടഫാണെങ്കിലും നമ്മൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തില്ല. ഇൻ്റർനാഷണൽ FIFA സ്റ്റാൻഡേർഡിലാണ് ടർഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ ക്രിക്കറ്റ്, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ബാഡ്മിൻ്റൺ 4 കോർട്സ് ഓപ്പൺ ചെയ്ത്, ഇനി സ്വിമ്മിങ് വരുന്നുണ്ട്.
അത് ജീൻസ് ഗെയിംസ് എല്ലാം വരുന്നുണ്ട് അവിടെ. അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കാസർഗോട്ടേക്ക് അല്ലെങ്കിൽ ഉപ്പള തന്നെയാണ്? അല്ല, ആദ്യം ഫസ്റ്റ് പ്രോജക്റ്റ് അവിടെയാണ്. ഇപ്പോൾ റോഡ് വർക്ക്സ് നടക്കുന്നുണ്ട്. ഐ തിങ്ക് വൺസ് ഇറ്റ്സ് ഡൺ ഇറ്റ്സ് അപ്പോൾ ഐ തിങ്ക് പ്ലാറ്റ്ഫോം ഫോർ എവ്രി വൺ. ഈ റോഡിന്റെ പണി കഴിഞ്ഞാൽ കുറേ ദൂരമായിട്ട് വരില്ല ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആക്സസ് ഈസി ആയിരിക്കും. ഈവൻ ഗോയിങ് ഫ്രം കാസർഗോഡ് ഇസ് ഈസി. ഇത് ഇത്രയൊക്കെ ഇത് ചെയ്തു എന്നിട്ട് മനസ്സിലായി ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്ന് ഉറപ്പുണ്ടല്ലോ? ഉണ്ട്. ഇപ്പോൾ പുതിയൊരു വെഞ്ചേഴ്സ് നെക്സ്റ്റ് മന്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ലോഞ്ച് ചെയ്യാൻ. അതായത് മിസ്റ്റർ എൽറ്റി എല്ലാവരും കളിയാക്കുന്ന പോലെ ഉണ്ടായ അത് ആക്ച്വലി ഇറ്റ്സ് ഗോയിങ് ടു ബി റിയാലിറ്റി. അപ്പോൾ നെക്സ്റ്റ് മന്ത് മിസ്റ്റർ എം ഡി lifestyle.com ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ ഇനീഷ്യൽ സ്റ്റേജ് വി വിൽ ഹാവ് എ മെൻസ് ആക്സസറീസ് ലൈക്ക് സിൽവർ. It's all affordable. Like now, what I notice, like India's men's accessories, it's growing. ആൾക്കാർ മെൻസ് ഞാൻ മുമ്പ് ഒന്നും ഇടുന്നുണ്ടായില്ല. ഇപ്പം റിങ്സ് 3 റിങ്സ് ബ്രേസ്ലെറ്റ് വാച്ച് സെൽഫ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരിച്ചു. അതെ, ഓക്കെ ആക്സസറീസ്. കാരണം ഇത് ഇപ്പോൾ ഓൺലൈനിലാണുള്ളത്, ഓഫ്ലൈനിലേക്ക് ഉണ്ടാവും. once it start growing will come offline stores also. ഇതേപോലെ ബോക്സിങ്ങിനാണ് അതേപോലെ കാണാൻ പറ്റും. ഇതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ തിരിച്ചൊരു ബിസിനസ് മോഡലായിട്ട് മാറുമല്ലോ. It's all about trial. ഓഫ്ലൈനിലേക്ക് ജമ്പ് ചെയ്യും. അതെ, ഈസി. It's all about trial. അത് 100% സക്സസ് ആവോ ഒന്നും അറിയില്ല. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ട്രയൽ. ഇപ്പോൾ മിസ്റ്റർ എം ഡി ആ ലൈഫ് സ്റ്റൈൽ മെയിൻ ഒരു വിഷൻ എന്ത്? ആ ഒരു വിഷൻ മിസ്റ്റർ എം ഡിന്റെ one side I had plan of this things. ഒന്ന് എൻ്റെ തന്നെ പ്രോഡക്ട്സ് ബ്രാൻഡ്സ് കൊണ്ടുവരുന്നു. അതർ സൈഡ് മിസ്റ്റർ എം ഡിയുടെ ഭാഗമാണ് ഈ കേവോ ബോക്സ് എല്ലാം എൻ്റെ ബ്രാൻഡ്സ് വരുന്നത്. അപ്പോൾ അതിലെല്ലാം ഞാൻ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുന്നത് വുമൻസ് എംപവർമെൻറ്റ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻ ഫ്യൂച്ചർ കേവോ ബോക്സ് നല്ല രീതിയിൽ പോയാൽ അതിൻ്റെ നെക്സ്റ്റ് CEO എന്നത് ഒരു വുമൻ ആയിരിക്കണം. അതാണ് അതിൻ്റെ ആഗ്രഹം. ഈവൻ ഞാൻ ബാംഗ്ലൂർ എൻ്റെ സ്റ്റോഴ്സിലെല്ലാം വി ആർ ട്രൈങ് ടു ഗെറ്റ് പീപ്പിൾ, ബട്ട് ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ്. സിറ്റീസിലും ഈ പ്രശ്നം വരും നമുക്ക്. Getting team is very hard. Sometimes the most main problem is we educate them, we train them, എല്ലാം കഴിഞ്ഞാൽ അവർ പോകും. അതാണ് മെയിൻ. മോൾഡ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒന്ന് പഠിച്ച് ഇതാകുമ്പോൾ അവർ പോകും. ഇനിയിപ്പോൾ മിസ്റ്റർ എം ഡിക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നവരോടും ബിസിനസ്സിൽ ഇപ്പോഴൊക്കെ സ്റ്റെപ്പിന് ഇനീഷ്യൽ പീരീഡ് ഉണ്ട് അവരോടും മിസ്റ്റർ എം ഡിക്ക് എന്താണ് പറയാൻ? ഇറ്റ്സ് ഗുഡ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ ടെക്നോളജി നല്ല രീതിയിൽ അപ്ഡേറ്റ് ആണ്. എന്തും നമുക്ക് വേണ്ട കാര്യങ്ങൾ വി ക്യാൻ ബ്രൗസ് ആൻഡ് ലേൺ സെൽഫ്. അപ്പോൾ വി ഷുഡ് ഗിവ് എ ട്രൈ. We should give a try എന്ന് പറഞ്ഞു. പക്ഷെ ട്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. People dream it. Next, when they woke up next day, they go for the same routine works. കാരണം അത് പറഞ്ഞ പോലെ ഗിവ് എ ട്രൈ എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ സ്റ്റിക്ക് ചെയ്യേണ്ട കാര്യം മിസ്റ്റർ മുടി പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 5 years ആ ഒരു സസ്റ്റെയിൻ ചെയ്യാനുള്ള പേഷ്യൻസ് വേണം. എല്ലാം മാസം കൊണ്ടല്ല ഒരു വർഷം കൊണ്ട് ആവും. പക്ഷെ അത് അല്ല ഇപ്പൊ പറയുന്നത് ഇത് സ്ലോ സക്സസ് ബിൽഡ്സ് ക്യാരക്ടർ എന്ന് പറയുന്നത് കുറെ ഓണ്ടർപ്രനേഴ്സ് പറയുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്ത് അതൊരു സസ്റ്റെയിൻ. ഇവർ പറയുന്നത് ഷോർട്ട് കട്ട് ഇല്ലേ? നോ ഷോർട്ട് കട്ട്. നോ ഷോർട്ട് കട്ട്. ഇതില് 12th ഫെയിൽ പറഞ്ഞ പോലെ റീസ്റ്റാർട്ട്. കാരണം ഭയങ്കര ഒരു 12th ഫെയിൽ മൂവി എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആണ്. എവറി ഡേ ഇസ് എ റീസ്റ്റാർട്ട്. അവന് വിട്ടുകൊടുക്കാത്ത എല്ലാവർക്കും പറയുന്ന പോലെ നമുക്ക് നോക്കി ഈ ബിസിനസ് ഓക്കെ ആയില്ലെങ്കിൽ നെക്സ്റ്റ് ഒരാൾ ട്രൈ ചെയ്യുന്നില്ല. ഒരു പേടി ഏത് എനി സ്മോൾ ബിസിനസ് ഓർ ബിഗ് ബിസിനസ് ഇൻ ദ കാസർഗോഡ് എല്ലാവർക്കും അവർ അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. ബാഡ് ടൈം എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അതെ, അതെല്ലാം ഇത് ഈവൻ നിങ്ങൾ തന്നെ 1M ഇവൻറ്റ്സ് ചെയ്യുന്നു. ഇവിടെ കാസർഗോഡ് സംബന്ധിച്ച് എന്ത് പ്രോഗ്രാം വന്നാലും അത് പകുതിയിലാണ് ഇതാവുക. ഈവൻ നിങ്ങളത് ബിൽഡ് ചെയ്യുമ്പോൾ യു ഹാഡ് ലോട്ട്സ് ഓഫ്, എനിക്കറിയാം നിന്റെ ടെൻഷൻ. കാരണം ഞാൻ അതേപോലെ ഒരു കേവോ ബോക്സ് ലോഞ്ച് ചെയ്തതാണ്.
അപ്പോൾ അതിൽ എത്രത്തോളം ടെൻഷനും അത് അറിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തത്. കാരണം പോലെ നമുക്ക് എന്തുണ്ടെങ്കിലും ഒക്കെ ഒരു ഫൺ ആൻഡ് കോൾ ഇങ്ങനെ ആയിട്ടുണ്ട്, എന്ത് ചെയ്യണം എന്നൊരു. കാരണം നമ്മൾ എന്ത് നടത്തുമ്പോൾ നമുക്ക് ഐഡിയാസ്. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല പ്രോഗ്രാം ആയിട്ട് നിങ്ങൾ അതിന് മുമ്പുള്ള ടെൻഷന് അതാരും അറിയില്ല. അത് ആൾക്കാരന്ന് അവിടെ കഴിഞ്ഞ പ്രോഗ്രാം നല്ല പ്രോഗ്രാമാണ്, പക്ഷെ അതിന് ചെയ്ത സ്റ്റെപ്സ് ഹാർഡ് വർക്ക്, എത്ര ആൾക്കാർ ഇൻവോൾവ് ടീം വർക്ക്. പക്ഷെ അതൊക്കെ ഇനിയും ആൾക്കാർക്ക് ഒരുപാട് ഐഡിയാസും ഉണ്ട്, അതിൻ്റെ എക്സിക്യൂഷനും എല്ലാ രീതിയിലും ഇപ്പോൾ ആൾക്കാർക്ക് ഓക്കെ ഇപ്പോൾ ഒരു ഐഡിയാസ് ഉണ്ട് കറക്റ്റ്, ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഇങ്ങനെ ഇതാണ്. എൻഡ് ഓഫ് ദി ഡേ 8 months നമുക്ക് എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫെയ്ത്ത്, ലക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്? ലക്കും ഇമ്പോർട്ടൻ്റ്. ലക്ക് മീൻസ് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ്, അതാണ് ലക്ക് ഉദ്ദേശിക്കുന്നത്. ഇത് പിന്നെന്ന് വെച്ചാൽ 1/3 is hard work, 1/3 is right time, 1/3 is luck. ഇതെന്ന് പറയുന്നത് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രിവിലേജ് ഉണ്ടായിട്ട് കാര്യമില്ല അല്ല. എന്തൊരു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായാലും നമ്മൾ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരിക്കും, പക്ഷെ അത് റൈറ്റ് പ്രോസസ്സിലായിരിക്കണം. ഇങ്ങനെ വെറുതെ ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരുണ്ട് സക്സസ് ആയിട്ട് പറഞ്ഞെങ്കിൽ ആ പ്രിവിലേജ് ഉണ്ടായിരുന്നു, അവർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം. ജസ്റ്റ് അവരോട് മെയിൻ ആയിട്ട് എന്ത് പറയാം ഓക്കെ അവർക്ക് ആ പ്രിവിലേജ് ഉണ്ടായി, അവർക്ക് ഇതൊക്കെ ഇതെല്ലാം ഈസിയാണ്, അവർക്ക് ഇതെല്ലാം അറിയും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, ലൈക്ക് ഇറ്റ്സ് വൺ ടൈമിലൊരു ഇത് ഓവർനൈറ്റ് സക്സസ് അല്ല. എവറി സക്സസ് സ്റ്റോറി ഹാസ് എ ബിഹൈൻഡ് സ്റ്റോറീസ്. അവർ കുറേ അവരെല്ലാം ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ ബിൽഡ് ചെയ്യുന്നത്. അതെ, ഓരോ ഡ്രീം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ കേവ ബോക്സിൻ്റെ ഒരു ഫ്യൂച്ചർ വിഷൻ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ മാർക്കറ്റാണ്. റൈറ്റ്. ഇപ്പം ഞാനന്ന് കോളേജിൽ ബാംഗ്ലൂർ ഫസ്റ്റ് ഡേ അന്ന് സാർ പറഞ്ഞത് ബാംഗ്ലൂർ വരുന്നത് നല്ലതാണ്, നല്ലതിന് പോകാൻ നല്ലൊരു ഇതുണ്ട്, ഓപ്പോസിറ്റ് പോകാൻ അതേപോലെയാണ്. നമ്മൾ എത്ര സാക്രിഫൈസ് ചെയ്യുന്ന അത്രത്തോളം തന്നെ ഒരു കോളേജ് സമയത്ത് തന്നെ ഒന്നും തുടങ്ങാൻ പറ്റിയില്ല എന്നുള്ള ഒരു ഫീലുണ്ട്. ബിസിനസ് ട്രൈ ചെയ്യില്ല എന്നുള്ള കാരണം ഞാൻ ആദ്യം ഈ എക്സ്പ്രസ് ആയി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 2014 കോളേജ് കഴിഞ്ഞ സമയത്ത് ഒരു കഫേ തുടങ്ങാൻ വിചാരിച്ചു. എന്നോട് ഫ്രണ്ട് അപ്രോച്ച് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ 5 lakh 10 lakh വെറുതെ കളിയണം, അങ്ങനെ നെഗറ്റീവ്. പക്ഷെ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഇന്ന് ലീഡറായിരുന്നു. ആ സമയത്ത് നോബഡി വാസ് ഇൻ ദ മാർക്കറ്റ്. അവർ കഫേ ട്രെൻഡില്ല, ഒന്നുമില്ല. കഫേ ട്രെൻഡില്ല. സോ എനിവേ it's very nice talking to you. Thanks for always supporting us, guiding us. എന്ത് പറഞ്ഞെങ്കിലും എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഫേവറേറ്റ് ആണ് ദിൽഷാദ്. കാരണം എന്തുകൊണ്ടെങ്കിൽ ഫസ്റ്റ് പറയും ഇന്ന് ഓക്കെ ദിൽഷാദിനോട് ചോദിക്കുക, ദിൽഷാദിൻ്റെ അടുത്ത് പോവാം. കാരണം എപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും ഞങ്ങളെ കൂടെ തന്നെ. ഇനി ഞങ്ങൾക്ക് ഒരു ഐഡിയാസ് ആയിട്ട് വരുന്നുണ്ടോ മുമ്പിൽ എക്സിക്യൂട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.